തലേ ദിവസത്തെ കറി അധികമുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങ് പോകും. പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കാൻ ഞാൻ മെനക്കെടാറില്ല. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ടും കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. ചോറ് മാത്രമാണ് ഞാൻ വെച്ചത്. ഉച്ചക്കത്തെ മീൻകറി ഉച്ചക്ക് തന്നെ തീർന്നിരുന്നു. പിന്നെ രാത്രിയിലേക്ക് രാത്രിയിൽ വൈകിട്ട് പിന്നെ ഞാൻ പോയി ചന്തയിൽ പോയി മീനും വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ചെറിയ അയില കിട്ടി. ഈ അയില കൊണ്ടുവന്ന് അയില വൃത്തിയാക്കി കണ്ടിച്ച് ഫ്രിഡ്ജിൽ ബാക്കിയുള്ള അയിലകൾ ഫ്രിഡ്ജിൽ കയറ്റി. അതിനുശേഷം പോയി കുളിച്ച് വിളക്കുമൊക്കെ കത്തിച്ചിട്ട് വന്നാണ് ഞാൻ അടുക്കളയിൽ കയറി രാത്രിയിലത്തെ പരിപാലനം തുടങ്ങുന്നത്. ഈ രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടി കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് തന്നെ രാത്രിത്തേക്കുള്ളതും മിക്കവാറും എല്ലാം ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നതുകൊണ്ട് തലേന്നത് വെക്കേണ്ടി വന്നില്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അങ്ങനെ ഉള്ള കുറച്ച് മീനെടുത്താൽ മതി. ഞാൻ വിചാരിച്ചു കറി വെച്ച് കഴിഞ്ഞാലും പിറ്റേന്നും ഇതേപോലെ രാത്രി പരിപാടിയാവും. അതുകൊണ്ട് രണ്ട് മൂന്ന് മീനെടുത്ത് വറുത്താൽ മാത്രം മതി. രാത്രിയിലേക്ക് മാത്രം 2-3 മീനെടുത്ത് വറുത്ത് അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി തൈര് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ മോരും കൂടി കാച്ചിയേക്കാം. മോരും കാച്ചി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലത്തേക്കുള്ള മോര് വേണ്ടല്ലോ, പിറ്റേന്ന് രാവിലെ ഈ മോര് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് മോരും ഉണ്ടായിരുന്നു. അതും കാച്ചി എടുത്തിട്ട് അടുക്കളയിൽ ഒന്ന് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി രാത്രിയിലത്തെ അത്താഴം കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അത്താഴം ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.